എല്ലാവർക്കും ഒരു നിമിഷത്തിലേക്ക് സ്വാഗതം. പുതിയതായി ഈ പരിപാടി കാണാൻ താല്പര്യപ്പെട്ടവർ ചെറിയ പരാതികൾ പറയുന്നത് കേട്ടു, ഇത് മനസ്സിലാകുന്നില്ല എന്ന്. നവാഗത പ്രതിഭകൾക്ക് വേണ്ടി ഇതിൻ്റെ നിയമങ്ങൾ എന്താണെന്ന് ഞാൻ പറയും. ഇതിൻ്റെ ഏറ്റവും വലിയ മത്സരം എന്താണെന്ന് ചോദിച്ചാൽ 60 സെക്കൻഡും അതായത് 1 മിനിറ്റും സംസാരിച്ച് നിൽക്കുന്ന വാഗ്മി ആര് എന്നതാണ് ചോദ്യം. എന്താണ് നിയമങ്ങൾ? നിയമങ്ങൾ 5 മാത്രം. വാക്കുകളും ആശയങ്ങളും ആവർത്തിക്കരുത്. വ്യാകരണപ്പിഴവ് പാടില്ല. നമ്മുടെ ഭാഷയിൽ നിന്നോ മറ്റുള്ള ഭാഷകളിൽ നിന്നോ ഉദ്ധരണികൾ പാടില്ല. വാക്കുകൾ തമ്മിൽ ഇടവേള ഇടാൻ പാടില്ല. മുക്കരുത്, അതിനിടയിൽ മൂളരുത്. ഒരു കാരണവശാലും നിങ്ങൾ പറയുന്ന ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. 5 നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സംസാരിച്ച് നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു നിയമം തെറ്റിച്ചാൽ ഇതിലെ മത്സരാർത്ഥികൾക്ക് തടസ്സവാദങ്ങൾ ഉന്നയിക്കാം. തടസ്സവാദം തെറ്റാണെങ്കിൽ അയാൾക്ക് പച്ചക്കാർഡ് കിട്ടും. അങ്ങനെ 7 തവണ പച്ചക്കാർഡ് കിട്ടിയാൽ അദ്ദേഹത്തിന് സൗകര്യമുണ്ട്, സുഖമായി വീട്ടിൽ പോകാം. അതല്ല, അദ്ദേഹം പറയുന്ന തടസ്സവാദം ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് സംസാരിക്കാം. അപ്പോൾ ഈ പരിപാടിയുടെ അവസാനം ഇതിലെ ഏറ്റവും നല്ല വാഗ്മി, പ്രസംഗ പുങ്കവൻ ആരാണെന്ന് നമ്മൾ തീരുമാനിക്കും. രാജഗിരി കോളേജിലാണ് ഈ പരിപാടി ചിത്രീകരിച്ചിട്ടുള്ളത്. എന്നോടൊപ്പം അവതാരക അശ്വിക ഓംകുമാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാം ഊർജമെന്ന് അറിയാൻ വേണ്ടി വാക്കുകളുടെ വജ്രായുധം കൊണ്ട് ആരൊക്കെയാണ് ഈ അംഗപ്പറമ്പിൽ ഏറ്റുമുട്ടുന്നത്? രാജഗിരി കോളേജിലെ 1ാം വർഷ MBA വിദ്യാർത്ഥി ക്രിസ്റ്റി മാത്യു ഫിലിപ്പ്. അപ്പൊ ക്രിസ്റ്റി, താങ്കളെ കുറിച്ചൊന്ന് പറയൂ. കേരള സംസ്ഥാനത്തിന് അക്ഷരം കൊണ്ട് തിലകക്കുറി ചാർത്തുന്ന കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി താലൂക്കിൽ നിന്നും 16 കിലോമീറ്റർ കിഴക്കുമാറി നെടുങ്കുന്നം നെടിയതായ കുന്നുകളാൽ അലങ്കൃതമായ എൻ്റെ കൊച്ചുഗ്രാമം. 1993 ആണ്ട് ഫെബ്രുവരി മാസം 24-ാം തീയതി ഏറ്റുമാനൂരിനടുത്തുള്ള കാരിത്താസ് ആശുപത്രിയിൽ തെങ്ങുമുട്ടിൽ കുടുംബത്തിലെ ഫിലിപ്പ് കുട്ടിക്കും ലിസിക്കും ഒരു ആൺകുഞ്ഞ് പിറന്നു. മറ്റാരുമല്ല, ഈ ഞാൻ തന്നെ. 2017 ഈ മനോഹരമായ കലാലയത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഞാൻ ആദ്യമായി ഇവിടെ കാലുവെച്ചു. 2017 മെയ് മാസത്തിൽ ആദ്യ 2 ദിവസത്തിനുള്ളിൽ ഇവിടുത്തെ കൂട്ടുകാരേക്കാൾ അധികമായി ഞാൻ കേട്ടറിഞ്ഞ ഒരു കാര്യം, ഇൻഫ്ലോറെ. ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിൽ വെച്ച് ഏറ്റവും കൂടുതൽ സമ്മാനത്തുക നൽകുന്ന ഏറ്റവും വലിയ മാമാങ്കം എന്ന് തന്നെ പറയാവുന്ന ഇൻഫ്ലോറെ. ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫ്ലവേഴ്സ് ചാനലിന് എൻ്റെ നമസ്കാരം. ഓക്കെ, എറണാകുളത്തെ ആൻസൺ ഒരു ഗായകനാണ്. മാത്രമല്ല, ആൻസന്റെ ഏറ്റവും വലിയ ബഹുമതി എന്താണെന്ന് ചോദിച്ചാൽ സ്വന്തം ഭാര്യ പോലീസുകാരിയാണ്. റെഡി? അപ്പൊ ആൻസൺ, നമുക്ക് ആൻസന്റെ പാട്ടോടെ നമുക്ക് തുടങ്ങാം അല്ലേ? ചവിട്ടുനാടക ഗാനമാണ്. ആ ചവിട്ടുനാടക നിങ്ങൾ വാക്കുകൾ തൻ യുദ്ധഭൂമി ഒരു നിമിഷം വെതിയത്. വാക്കുകൾ തൻ യുദ്ധഭൂമി ഒരു നിമിഷം വെതിയത്. ചിരിയും ചിന്തയും കളിയും ഇവിടെ സൗഹൃദത്തിൻ വേദിയത്. ചിരിയും ചിന്തയും കളിയും ഇവിടെ സൗഹൃദത്തിൻ വേദിയത്. തക്കിട്ട തേത്താം തിക്കിട്ട തരികിട്ട തക്കിട്ട തരികിട്ട തിമൃതത്തെ. ആ തക്കിട്ട തേത്താം തിക്കിട്ട തരികിട്ട തക്കിട്ട തരികിട്ട തിമൃതത്തെ. രാജഗിരി ഇത് അറിവിൻ ലോകം, സൗന്ദര്യത്തിൻ നവലോകം. രാജഗിരി ഇത് അറിവിൻ ലോകം, സൗന്ദര്യത്തിൻ നവലോകം. ഇവിടെയല്ലോ വാക്കുകൾ തൻ പൂക്കാലം വരവായി. ഇവിടെയല്ലോ വാക്കുകൾ തൻ പൂക്കാലം വരവായി. തക്കിട്ട 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 തൈ തൈ തക്കിട്ട. കീർത്തന, താങ്കളെ കുറിച്ച് അറിയാൻ എനിക്ക് താല്പര്യം. എൻ്റെ പേര് കീർത്തന ബോസ്. 1996 നവംബർ 25-ാം തീയതി മൂവാറ്റുപുഴയിൽ നിന്ന് അല്പം ദൂരേക്ക് മാറി മേക്കടമ്പ് എന്ന കൊച്ചു ഗ്രാമത്തിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ഷീല ബോസിൻ്റെയും മകളായി ഞാൻ ജനിച്ചു. എൻ്റെ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ കുവൈറ്റിലാണ്. പിന്നെ എൻ്റെ അമ്മ വെറും ഒരു വീട്ടമ്മ എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം വീട്ടമ്മ എന്ന പദം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വീട്ടിലിരിക്കുന്ന, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെന്നാണ് വരുന്നത്. പക്ഷെ എൻ്റെ അമ്മ എൻ്റെ വീട്ടിലെ മന്ത്രിയാണ്. എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും എല്ലാത്തിനും വേണ്ടി ഓടി നടക്കുവാനും എൻ്റെ വീട് പണി വരെ നടത്തിയത് എൻ്റെ അമ്മയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന രാജ്ഞിയാണ്, മന്ത്രിയാണ്, അങ്ങനെ വിശേഷിപ്പിക്കാനാണ് എനിക്ക് താല്പര്യം. പിന്നെ ഇവിടെ വരാൻ വേണ്ടി സാധ്യത ഒരുക്കി തന്ന ഞങ്ങളുടെ കോളേജിലെ അരവിന്ദ് ഏട്ടനും ശ്രീലക്ഷ്മിക്കും മറ്റെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നൗബലിന്റെ വിശേഷങ്ങൾ, നൗബൽ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നൗബൽ കുഴപ്പമില്ലാതെ പോകുന്നു. ഇപ്പൊ എന്തോ 2 റാങ്ക് കിട്ടിയല്ലോ PGക്ക് അല്ലേ? ഇംഗ്ലീഷ്
പൊളിറ്റിക്കൽ സയൻസ്. ഓ ഓക്കെ. ആ 1ാം റാങ്കുകാരൻ എന്റെ അന്വേഷണം പറഞ്ഞേക്കാം. കാര്യം അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കണമല്ലോ അല്ലെ. തിരുവനന്തപുരത്തെ അനുശ്രുതി എന്തൊക്കെയാ ഏതാ പഠിക്കുന്നത് ഇപ്പോ? സർ ഞാൻ സെക്കൻഡ് ഇയർ ആണ് LLB. LLBക്ക് സെക്കൻഡ് ഇയർ. വക്കീലായിരുന്നു. ഓ എനിക്ക് ഓർമ്മയുണ്ട് വക്കീലെത്തി. ആ കാര്യം വക്കീലന്മാർക്ക് ഇപ്പൊ നല്ല കാലമാ, മൊത്തം കേസല്ലേ. അനുശ്രുതി വിശേഷം എന്താ? സുഖമായിട്ട് പോകുന്നു സർ. ഏറ്റവും സന്തോഷം തോന്നുന്ന ചില നിമിഷങ്ങൾ എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ, ഞാൻ പ്രതീക്ഷിക്കാം, എനിക്കൊരു ദുബായിൽ നിന്ന് ഒരു വ്യക്തി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞിട്ട്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, വളരെ നന്നായിട്ടുണ്ട് മോളെ, ഇങ്ങനെ തന്നെ പോണം, കേരളത്തിൽ നിന്ന് ഇങ്ങനത്തെ വ്യക്തികൾ വരുന്നതിൽ അവർക്ക് അഭിമാനം ഉണ്ടെന്ന് പറയുകയുണ്ടായി. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കോളേജിലെ അമൽ ജോൺ പറയൂ. അമൽ നമസ്കാരം. പേര് പറഞ്ഞതുപോലെ ഞാൻ അമൽ ജോൺ. തേവര തിരുഹൃദയ കലാലയത്തിലെ 2ാം വർഷ കെമിസ്ട്രി ബിരുദ വിദ്യാർത്ഥിയാണ്. സ്വദേശം പഴശ്ശിയുടെയും തലക്കൽ ചന്തുവിന്റെയും നക്സൽ വർഗീസിന്റെയും എല്ലാം വീരസ്മരണകൾ തുടിക്കുന്ന മാനത്തിന്റെ അറ്റത്തുള്ള അനന്തവാടിയായ മാനന്തവാടിയിൽ കർഷകനായ ജോണിന്റെയും വീട്ടമ്മയായ മോളിയുടെയും 2ാമത്തെ മകനായ ജനനം. 2 സഹോദരന്മാരുണ്ട്, ചേട്ടൻ അഖിൽ, അനിയൻ അതുൽ. ഈ ഒരു നിമിഷം പ്രോഗ്രാമിലേക്ക് അവസരം കിട്ടിയതിൽ നിറയെ സന്തോഷം. ഓക്കെ അമൽ, താങ്ക് യു. നമ്മൾ ആദ്യത്തെ റൗണ്ടിലേക്ക് കടക്കുന്നു. പൊതുവൃത്തം. തിരുവനന്തപുരത്തെ അനുശ്രുതി SS ആണ് സംസാരിക്കേണ്ടത്. അടുത്ത കാലത്ത് മാധ്യമ പ്രവർത്തകരെ നോക്കി സ്നേഹപുരസര മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞു. സംസ്ഥാനത്ത് അത് വലിയ ചർച്ചാ വിഷയമായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിഷയം കണ്ണീർ പരമ്പരകളെ കടക്കുപുറത്ത്. മാധ്യമങ്ങൾ കച്ചവട ചരക്കായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇന്ന്. ആധുനികവൽക്കരണത്തിന്റെ വ്യവസായവൽക്കരണത്തിന്റെ വക്താക്കളായി ആധുനികവൽക്കരണം വ്യവസായവൽക്കരണം രണ്ട് വാക്കാണ്. താങ്കൾക്ക് തുടരാം. വക്താക്കളായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് ഇന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്ന ചില മൂല്യങ്ങളുണ്ട്. ധാർമ്മിക വ്യവസ്ഥിതിയുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്ന മാധ്യമ പ്രവർത്തനങ്ങൾ തികച്ചും ലാഭത്തിന് നവോത്ഥാനത്തിന്റെയും നവീകരണത്തിന്റെയും വെളിച്ചങ്ങൾ കൊണ്ട് ശിരസാകെ നന്മ നിറച്ച മലയാളി ഇന്ന് പുനരുത്ഥാന ശക്തികളുടെ കേന്ദ്രീകൃതമായ ആക്രമണത്തിൽ പകച്ചുപോകുന്നു എന്ന അവസ്ഥയിലാണുള്ളത്. കണ്ണീർ പരമ്പരകൾ അതിന്റെ ഏറ്റവും സുഘടിതമായ ഒരു പ്രതീകമാണ്. ചരിത്രത്തെയും ഭൗതികതയും ഭൗതികമായ നേട്ടങ്ങളെയും അതിലംഘിക്കുന്ന വെളിച്ചങ്ങൾ പറഞ്ഞു കേട്ടില്ല. താങ്കൾക്ക് തുടരാം. ദൃശ്യമാധ്യമ സംസ്കാരത്തിന് മുന്നിൽ കുടുംബാന്തരീക്ഷം പണയപ്പെടുത്തുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അവിടെ അന്യം നിന്നു പോകുന്നത് പ്രാർത്ഥനയും കൂട്ടായിട്ടുള്ള ചിരിയും സംസാരവുമാണ്. ജീവിതത്തിൽ ഏറെ വിലപ്പെട്ട സമയമാണ് ആ സന്ധ്യാസമയം. സന്ധ്യാസമയമുണ്ട്. സ്ത്രീയുടെ കണ്ണുനീർ ഒരു വിൽപ്പന ചരക്കായി കാണുന്ന സമൂഹത്തിലാണ് ഇങ്ങനെയുള്ള വിഷയത്തിന് ഏറെ പ്രാധാന്യം ഉണ്ടാകുന്നത്. 6 മണി മുതൽ 10 മണി വരെ. 6 മണി, 2 മണി, 3 മണി. താങ്കൾക്ക് തുടരാം. ഒരു ധ്യാന സ്വഭാവമുള്ള മനസ്സായിരുന്നു എല്ലാ കാലത്തും മലയാളിയുടേത്. ശ്രീനാരായണ ഗുരുവും അയ്യപ്പനും അയ്യങ്കാളിയുമെല്ലാം ഉഴുതുമറിച്ച മണ്ണിലെ ഏറ്റവും ജീർണമായ രീതിയിൽ ഒരു സാംസ്കാരിക അധപതനത്തിന്റെ ഒരു കൂടുതൽ പറയുന്നു. ഈയിടെയായിട്ട് ഒരു കൂടുതൽ പറയുന്നു. എന്താണ് ഉരുവിലേക്കുള്ള തള്ളിക്കയറ്റം? താങ്കൾക്ക് തുടരാം. കണ്ണീരുകളെക്കാൾ അപ്പുറം എങ്ങനെ അവിഹിത മാർഗത്തിലൂടെ ഗർഭം സമ്പാദിക്കാം, ഏതൊക്കെ രീതിയിൽ. കണ്ണീരുകൾ എന്ന് പറയില്ല. കണ്ണീർ തുള്ളികൾ കണ്ണീരുകൾ എന്ന് പറയാൻ പാടേയില്ല. കീർത്തന ബോസ്. ലോകത്തെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതിരുന്ന മനുഷ്യൻ ഇന്ന് 21ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോൾ ഈ ഭൂമിയെ മുഴുവൻ തൊട്ടു മുന്നിൽ പഞ്ചേന്ദ്രിയ സാധ്യതകളോടെ കൊണ്ടുവരത്തക്ക വിധത്തിലുള്ള നൂതന ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഇലക്ട്രോണിക് മലയാളം പറയൂ. വൈദ്യുതോപകരണമാണോ? അത് ഇലക്ട്രോണിക് ഉപകരണമാണോ? വൈദ്യുതോപകരണം ഇലക്ട്രോണിക് ഉപകരണമാണോ? അല്ല സർ, ഞാനൊരു ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിയാണ്. പറയൂ. അപ്പൊ പറഞ്ഞോളൂ. അതിന്റെ മലയാളം കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥി ഈ സ്റ്റേജിൽ പറയൂ. അതിന്റെ കോളേജ് മലയാളം പഠിപ്പിച്ചില്ല. താങ്കൾക്ക് തുടരാം. സ്ത്രീയെ അമ്മയും ദേവിയും സഹോദരിയും എല്ലാമായി പൂജിച്ചുകൊണ്ടിരുന്ന എല്ലാം താങ്കൾക്ക് തുടരാം. മലയാളിയുടെ ഓരോ രാത്രിയിലേക്കും കണ്ണീരായി പെയ്തു വരുന്ന പരമ്പരകളോട് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. എന്ത് പറ്റി? ഒരു ഇടവേള. കടക്കുപുറത്ത് എന്നത് ജൈവികമായ ഒരു പദമാണ്. അതിനെ അജൈവികമായ സംസ്കാരമായി കാണരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതേസമയം മലയാളിയെ എല്ലാ കാലത്തും പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്ന ഏറ്റവും ആർദ്രമായ മൂല്യങ്ങളിൽ നിന്നാണ് കടക്കുപുറത്ത് എന്ന അമൽ ജോൺ തുടരൂ. ഒരാളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റത്തെയാണ് കടക്കുപുറത്ത് എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ടത്. അതിനാൽ തന്നെ എന്റെ സ്വകാര്യതയിലേക്ക്
നൗഫൽ. ആ സ്വകാര്യത ഒരു ദുസ്വപ്നമാകുന്ന കാലത്താണ് കടക്കുപുറത്ത് എന്ന പദം കൊണ്ട് കണ്ണീർ പരമ്പരകളെ വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ നിന്നും മലയാളിയുടെ ഓർമ്മ പെരുക്കങ്ങളിൽ നിന്നും സ്വപ്നത്തിന്റെ മുൾമുനകളിൽ നിന്നും ഒത്തിരി വന്നു. ഓക്കെ താങ്കൾക്ക് തുടരാം. കീർത്തന. സ്ത്രീയെ ഏറെ ബഹുമാനിച്ചിരുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് അവർ ഇന്ന് ഏറെ അധപതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ചത് കണ്ണുനീർ പരമ്പരകളാണ്. വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞാൽ പിന്നെ എല്ലാ വീട്ടമ്മമാരും കണ്ണുനീർ പരമ്പരകൾക്ക് മുന്നിലാണ്. പറഞ്ഞോളൂ. ആവർത്തിച്ചിട്ടില്ല വിഷയത്തിൽ അത് വിഷയത്തിലുണ്ട് കണ്ണുനീർ പരമ്പരകൾ. എനിക്ക് തെറ്റുപറ്റിയതാ. ഓക്കെ താങ്കൾക്ക് തുടരാം. അത്തരമൊരു സാഹചര്യത്തിൽ അവയോട് കടക്കപ്പുറത്ത് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് 2 സാഹചര്യം. ഓക്കെയാണോ കീർത്തന? ഓർമ്മയില്ല. കുഴപ്പമില്ല. കണ്ണീർ പരമ്പരകളുടെ കാലഘട്ടത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്തിനാണ് വാണിജ്യവൽക്കരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ മഹാഖ്യാനങ്ങളുടെ സാധ്യതകൾ അടച്ചു കൊടുക്കുന്ന ഒരു സംരംഭമാണ് മാധ്യമങ്ങൾ. അതിനപ്പുറത്തേക്ക് കണ്ണീർ പരമ്പരകൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും സ്ത്രീ വിരുദ്ധവും ദളിത് വിരുദ്ധവും. താങ്കൾക്ക് തുടരാം. കീർത്തന. മനുഷ്യനെ വ്യക്തിയല്ല വസ്തുവായി കാണാൻ പഠിപ്പിച്ച ഉപഭോഗ സംസ്കാരവും കേവലം ഉപചാര വാക്കിനപ്പുറം വീട്ടുവിശേഷങ്ങൾ തിരക്കുന്നത് വെറും വിവരമില്ലായ്മയും അനാവശ്യവുമാണെന്ന് പഠിപ്പിച്ച വിവര സാങ്കേതിക വിദ്യ വിരൽത്തുമ്പിൽ നിൽക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന ഓരോ മലയാളിയുടെ മനസ്സിലും ഒഴിച്ചുകൂടാനാവാത്ത ഭാജ്യഘടകമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ണീർ പരമ്പരകൾ. സ്ത്രീകൾ മുതൽ മുതിർന്നവർ വരെ ആബാലവൃദ്ധം ജനങ്ങൾ കണ്ണീർ പരമ്പര അവിഭാജ്യ ഘടകങ്ങളായിരിക്കുന്നതാണ് കണ്ണീർ. പിന്നെ കുത്തി എന്തിനാ? അത് ഞാൻ ചോദിച്ചത്. അതാ നൗബൽ എന്നോട് അതാ ഞാനും ചോദിക്കുന്നത്. എന്താ ചെയ്യുക? താങ്കൾക്ക് അനുശ്രുതി. കുഞ്ഞുങ്ങൾ, മുതിർന്നവർ, അമ്മൂമ്മമാർ ഇങ്ങനെ ആബാലവൃദ്ധം ജനങ്ങളെ ഒന്നടക്കം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിരുന്ന വിജ്ഞാന പരിപാടികളെ കൊന്നുകളയുന്ന രീതിയിലാണ് കണ്ണീർ ഈ പറഞ്ഞ സാധനം. താങ്കൾക്ക് താങ്കൾ ഈ വിഷയം അവസാനിക്കും. സമയം തീരുകയാണ്. ഞാനും പറഞ്ഞിട്ടുണ്ട് കണ്ണീർ പരമ്പരകളോട് കറുത്ത. അപ്പൊ നമുക്ക് ഇതിനകത്ത് കുറെ കലാകാരന്മാരുണ്ട്. രാജഗിരി കോളേജിലെ വിദ്യാർത്ഥികൾക്ക് നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. അശിക, നമ്മുടെ ഏതൊരു പാട്ടുകാരനുണ്ടായിരുന്നില്ല അദ്ദേഹം. ഒന്ന് എഴുന്നേറ്റുള്ളൂ. എന്താ പേരെന്താ താങ്കളുടെ? എൻ്റെ പേര് ചാക്കോറ്റി പട്ടാറ്. ഏതിനാ പഠിക്കുന്നത്? MBA. പണ്ട് ഇന്നസെന്റ് ചോദിച്ചാ എന്തിനാ പഠിക്കുന്നത്? ഓക്കെ റെഡി. അപ്പം പാട്ട് പാടിക്കോളൂ. സ്വയം വരചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയമധുരം അവൾക്കായി പകർന്നു തരുമോ കൊഞ്ചും കിളിത്തെന്നലേ നെഞ്ചിൽ കിളിക്കൊഞ്ചലേ മെല്ലെയൊന്നു ചെന്നു പറയാമോ പാതി വിടരും കിനാവിൻ പരിഭവങ്ങൾ. നമ്മളിനി അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നു. ഒരാൾ മറ്റൊരാളായി സംസാരിക്കുന്ന വൃത്തമാണിത്, റൗണ്ടാണിത്. ആൾമാറാട്ടം. സംസാരിച്ചു തുടങ്ങേണ്ടത് ക്രിസ്റ്റി മാത്യു ഫിലിപ്പ്, ഫഹദ് ഫാസിൽ. പെൺകുട്ടികൾക്ക് നസ്രിയ. ഒന്നിൽ പിഴച്ചാൽ 3 എന്ന് ഞാൻ പലപ്പോഴും. ഓക്കെ താങ്കൾക്ക് തുടരൂ. ഫഹദ് ഫാസിൽ. ഞാൻ ആദ്യം അഭിനയിച്ച സിനിമയുണ്ട്, അതത്ര വിജയമായി. സിനിമ മലയാളം. ഓക്കെ താങ്കൾക്ക് തുടരാം. സിനിമയ്ക്ക് മലയാളമുണ്ട്. ഒരു പെണ്ണ് അഭിനയിച്ചു എന്നതിന്റെ പേരിൽ മാത്രം റോസി എന്ന ചലച്ചിത്ര നടിയെ തെരുവുകളിലൂടെ ഓട്ടിച്ചു വിട്ട ചരിത്രമാണ് മലയാള ചലച്ചിത്ര പാരമ്പര്യത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ദുര്യോധന പർവ്വങ്ങളെ താണ്ടിയാണ് ചലച്ചിത്രം അഭിനയിച്ചത് മലയാള ചലച്ചിത്ര പാരമ്പര്യത്തിനുള്ളത്. തുടരൂ. അമൽ ജോൺ. ഞാൻ പറഞ്ഞു നിർത്തിയതിൽ നിന്ന് വീണ്ടും തുടങ്ങുന്നു. ആദ്യത്തെ ചിത്രം കുറച്ച് പരാജയമായി പോയെങ്കിലും ഞാൻ ഫ്രാൻസിൽ പോയി. ഞാൻ പറഞ്ഞു നിർത്തിയതിൽ നിന്ന് തുടങ്ങുന്നു. ഞാൻ അനുശ്രുതി. നസ്രിയ എന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു താരമാണ്. എന്റെ ചിരി കാണാൻ ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഇല്ല. മലയാളിയുടെ സദാചാര ബോധത്തെ ഉല്ലംഘിച്ചുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട കഥാഖ്യായികൾ കൊണ്ടാണ് എന്റെ രണ്ടാം വരവ്. 2003 എല്ലാവരാലും
ഞാൻ ഫഹദ് ഫാസിൽ. കേരളക്കരയ്ക്ക് മുന്നിൽ കയ്യെത്തും ദൂരത്ത് എന്ന ചലച്ചിത്രത്തിലൂടെ ഞാൻ കടന്നു വന്നപ്പോൾ അഭിനയിക്കാൻ അറിയില്ല എന്ന പേര് പറഞ്ഞുകൊണ്ട് സമൂഹം മുഴുവൻ എന്നെ ഓക്കെ അമൽ ജോൺ, അമൽ ജോൺ ഭയങ്കര- അമൽ ഭയങ്കരനാണ്. ഈ തേവര കോളേജിന്റെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്നു അമൽ ജോൺ. എല്ലാവരും ഒന്ന് കൈയടിച്ച് അമൽ ജോൺ. ഞാൻ എന്റെ അഭിനയ മികവിനെ കുറിച്ച് സ്വയം പുകഴ്ത്തുന്നില്ല. പക്ഷേ തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിലെ സിനിമ ഓക്കെ ഓക്കെ ഫഹദ് ഫാസിൽ. 36 വയസ്സുള്ളപ്പോൾ 21 വയസ്സുള്ള കുട്ടിയെ വയസ്സ്. വയസ്സ് ഓ, ഓക്കെ ഓക്കെ കീർത്തന ജോസ്. എനിക്ക് എന്റെ അഭിനയ മികവിനെ പുകഴ്ത്താൻ വളരെ താല്പര്യമാണ്. കാരണം ഇവിടെയുള്ള എല്ലാവരും എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ നസ്രിയ നസീം. നിങ്ങൾ എല്ലാവരും എന്റെ ആരാധകരാണെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ഓക്കെ ഞാൻ രണ്ടെണ്ണം പറഞ്ഞു. ആവർത്തിച്ചു അമൽ. അമൽ തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയെ കുറിച്ച് സിനിമ ഓക്കെ ഓക്കെ രാജഗിരി കലാലയത്തിലേക്ക് ഇന്ന് ഒരു നിമിഷം പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഞാൻ കടന്നു വന്നപ്പോൾ നിറയെ സുന്ദരികളായ ചെറുപ്പക്കാരികൾ ഇരിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും പല കാര്യങ്ങളും ഓർമ്മ വരികയാണ്. കീർത്തന പറഞ്ഞോ പറഞ്ഞോ. പലപ്പോഴും പല കാര്യങ്ങളും അയ്യോ, പിന്നെ പോലും ആവർത്തിച്ചായിരുന്നു അതിനു മുമ്പ്. സുന്ദരികളെ എനിക്ക് പോലും ആവർത്തിച്ചായിരുന്നു ചേട്ടാ. സത്യമായിട്ടും. കടക്ക് പുറത്ത് ചേട്ടാ, ഈ ഒരുമാതിരി പരാക്രമം സ്ത്രീകളോടല്ലേ വേണ്ടു. പലയാണ്. താങ്കൾക്ക് തുടരാം. കേരളത്തിന്റെ ജനങ്ങൾക്കിടയിലേക്ക് പല ജീവിത അനുഭവങ്ങൾ ഉള്ള കഥാപാത്രങ്ങളായി പല പറഞ്ഞു. ഏ? ഞാൻ ആദ്യം വിളിച്ച പല പിന്നെയും പറഞ്ഞു. അത് പിന്നെയും പറഞ്ഞു. ആ, ചേട്ടൻ അപ്പൊ continue correct അല്ലേ? ചെയ്യുന്നതല്ലേ? ആ കീർത്തന തുടരൂ. നസ്രിയ അപ്പൊ എന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്നവർക്കും കൈയടിച്ചവർക്കും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും തുടങ്ങുന്നു. 19-ാം വയസ്സിൽ ചലച്ചിത്രത്തിലെ ഏറ്റവും മുകളിൽ ഇരുന്ന സമയത്ത് പത്തൊമ്പതാം വയസ്സിൽ ചലച്ചിത്രത്തിന്റെ അങ്ങനെ ചേട്ടാ എന്റെ ചേട്ടാ വിടരുത് വിടരുത് വിടരുത്. പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ കഴിഞ്ഞിട്ട് ഗ്യാപ്പ് വന്നു. ഇല്ലില്ല. ഓക്കെ ഗ്യാപ്പ് വന്നു. വന്നോ? കീർത്തന തുടരൂ. എന്റെ അഭിനയ ജീവിതത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലിരിക്കുകയാണ് ഞാൻ വിവാഹം കഴിച്ചത്. 19-ാം വയസ്സിൽ വിവാഹം കഴിച്ച എന്റെ വിവാഹം ഓക്കെ ആൻസൺ ആൻസൺ. സൗഹൃദത്തിന്റെ കെട്ടുറപ്പ് പങ്കുവയ്ക്കുന്ന നിരവധി ചലച്ചിത്രങ്ങളിൽ അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പച്ചയായ ജീവിതാനുഭവങ്ങളെ മനുഷ്യൻ ഓക്കെ ഓക്കെ അമൽ ജോൺ ഗ്യാപ്പ്. തുടങ്ങാൻ താമസിച്ചു. താങ്കൾക്ക് തുടരാം. സ്നേഹവും ത്യാഗവും മനുഷ്യ ജീവിതവും സമൂഹത്തിന് മുന്നിൽ കഥാപാത്രങ്ങളിലൂടെ അവതരിപ്പിക്കുവാൻ അവസരം ലഭിച്ച ഒരു നടൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളുമായി എന്താ കുഴപ്പം? എന്നാ നിലയിൽ എന്നൊക്കെ പറഞ്ഞു. എന്നുള്ള അതല്ല, നിലയിൽ ഒരു നടൻ എന്ന കുഴപ്പമുണ്ടായിരുന്നു. ചെറിയ മുദ്ര. കുഴപ്പമുണ്ടായിരുന്നു. താങ്കൾക്ക് തുടരാം. തന്റെ അഭിനയ ജീവിതത്തിന്റെ പരമോന്ന എന്റെ നാവിൽ നിന്ന് വീഴുന്ന ഓരോ അബദ്ധത്തിനും കാതോർത്ത് നിൽക്കുന്ന പ്രിയ ഗുരുവേ അൻസൻ സാറേ. ഫാസിൽ എന്ന സംവിധായകന്റെ മകനായി അറിയപ്പെടാൻ ഞാൻ ഒരു കാലത്തും കൊതിച്ചിരുന്നില്ല. കാരണം ഒരു വ്യക്തി എന്ന നിലയിൽ എല്ലാ അർത്ഥത്തിലും നിലയിൽ എല്ലാ അർത്ഥത്തിലും നിലയിൽ എന്താ പറ്റി? സംവിധാനം എന്ന നിലയിൽ പ്രതിഭയുടെ ധാരാളിത്തം കൊണ്ട് മലയാളിയെ അമ്പരപ്പിച്ചുകൊണ്ട് ജീവിതത്തിന്റെ അനുശ്രുതി ഫഹദ് ഫാസിൽ നസ്രിയ എന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ തേവര കോളേജ് കുത്തി. ഓക്കെ എന്റെ ചലച്ചിത്ര ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന നിമിഷം നോർത്ത് 24 കാതം എന്ന സിനിമയിലെ സിനിമ 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 ഓക്കെ അല്ല ഈ ചേച്ചിയാണ്. അത് ശിക്കാരിശം നോർത്ത് 24 സിനിമ ആൻസൺ 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 ആൻസൺ. താങ്കൾക്ക് തുടരാം. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. എവിടെ ആരുടെ അല്ല ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. ബൈബിളിലെ ഉത്തമമായത്. ഓക്കെ ഓക്കെ കറക്റ്റ്. താങ്കൾക്ക് തുടരാം. തന്റെ അഭിനയ ജീവിതത്തിന്റെ ഉത്തംഗ ശൃംഗത്തിൽ നിൽക്കുമ്പോൾ നസ്രിയെ വിവാഹം കഴിച്ചു. ഉത്തുംഗ ശൃംഗം. ഉത്തുംഗ ശൃംഗത്തിൽ കുഴപ്പമുണ്ടോ ശൃംഗമില്ല. ഉത്തംഗ ശൃംഗം എന്നാ പറഞ്ഞത്. ഉത്തങ്കാന്നാണോ പറഞ്ഞത്? ഉത്തങ്കാന്ന് പറഞ്ഞോ? ഓക്കെ താങ്കൾക്ക് തുടരാം. അങ്ങനെ പറഞ്ഞെങ്കിൽ തെറ്റ് തന്നെ. ലാലേട്ടൻ, മമ്മൂക്ക, ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ് തുടങ്ങിയ നിരവധി ചലച്ചിത്ര താരങ്ങളുള്ള ഇല്ല ഒന്നുമില്ല. ഒന്നുമില്ലല്ലോ. കാർഡ് വേണോ? കാർഡ് വേണോ? വേണ്ട. താങ്കൾക്ക് തുടരാം. താരങ്ങളുള്ള ഒരു ഭൂമികയിലെ നടനാണ്. അല്ലല്ല അത് ഇല്ല അത് ഞാൻ കാരണമാണ്. കുഴപ്പമില്ല. താങ്കൾ തുടരും. ഒരു ഭൂമികയിലെ നടനാണ് ഞാൻ. പക്ഷേ ഏറ്റവും അധികം ഓക്കെ തേവര നോർത്ത് 24 കാതം എന്ന അല്ല സിനിമ വരട്ടെ. നോർത്ത് 24 കാതം സിനിമയുടെ പേര് താങ്കൾക്ക് തുടരാം. നോർത്ത് 24 കാതം എന്ന ചലച്ചിത്രത്തിലെ ഒരു സാധാരണ വ്യക്തിയുടെ ജീവിതാനുഭവങ്ങൾ
ഞാൻ ഒരു ചലച്ചിത്രത്തിലെ ഒരു സാധാരണ വ്യക്തിയുടെ ഒരു ആ, ഓക്കേ. ഒരു ആവർത്തിച്ചു. ഒരു പറഞ്ഞില്ല. ഒരു ചലച്ചിത്രത്തിലെ ഒരു ഒന്നുകൂടെ പറയൂ. പറഞ്ഞ വിഷയം ഒന്ന് പറഞ്ഞ വാചകം ഒന്നുകൂടെ പറയൂ. ഒരു ആവർത്തിച്ചു. അനുശ്രുതി ഒരു സെക്കൻഡ് ഒന്നുകൂടെ പറയൂ. അല്ല ഇനി ഞാൻ ഒരു അല്ലാണ്ടല്ലേ പറയുള്ളൂ. ആ അപ്പൊ പിന്നെ ഓക്കെ. ഒരു അപ്പൊ താങ്കൾക്ക് തുടരും. അഞ്ജലി മേനോൻ സംവിധാനം ചെയ്ത ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചലച്ചിത്രത്തിലൂടെ ഏറ്റവും അധികം പ്രശസ്തി ആർജിച്ച ഞാൻ ഏറെ കൃതാർത്ഥതയാണ്. പ്രശസ്തി എന്നല്ല പറഞ്ഞു. പ്രശസ്തി ആർജിച്ചു കുഴപ്പമില്ല. പ്രശസ്തി അപ്പോൾ ആർജിച്ച. താങ്കൾ ഈ സമയം അവസാനിക്കും. താങ്കൾ സംസാരിച്ചു തുടങ്ങും. തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിലേക്ക് വരാം. സിനിമയിലേക്ക് വരാം. 36-ാം വയസ്സിൽ 19-കാരിയെ കെട്ടി എന്നൊരൊറ്റ കുറ്റത്താൽ മലയാള സിനിമയിൽ പലപ്പോഴും ചീത്ത കേട്ടി കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. ഇനിയും ഓക്കെ ലാഗ് വന്നു. സമയം അവസാനിച്ചു. നമ്മൾ ഈ പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. കൊട്ടിക്കലാശം. ഈ റൗണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഇടവേളയും ഇല്ലാതെ ഒരു ഇടതടവും ഇല്ലാതെ ഒരു അനർഗള ധാര പോലെ നിങ്ങളുടെ സംസാരം നടക്കട്ടെ. സംസാരിച്ചു തുടങ്ങേണ്ടത് ഓച്ചന്തുരുത്തിനടുത്ത് കുറുമ്പത്തുരുത്ത് താമസിക്കുന്ന ആൻസൺ കാമുകി നൽകിയ കരണത്തടി. കട്ടപ്പനയിലെ കുട്ടപ്പനാശാനും 8 കുട്ടികളും കെട്ടിയവളും കുട്ട നിറയെ മുട്ട വാങ്ങുവാനായിട്ട് കുട്ടനാട് ചെന്നപ്പോഴാണ് ആ കാമുകിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് അവൾ നൽകിയ അടിയാണ് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ പ്രഹരം. ആണ് ആവർത്തിച്ചു. പെണ്ണെ വേണ്ടെന്ന് പറഞ്ഞുകൂടായിരുന്നു. താങ്കളൊക്കെ തുടരാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു വികാരമാണ് പ്രണയം. ഒരു വ്യക്തി ഒരു വികാരം. ഒരു പ്രധാനപ്പെട്ട വികാരമാണ് പ്രണയം. നല്ലൊരു കൊട്ടേഷൻ ആയിരുന്നു. കളഞ്ഞില്ലേ കീർത്തന കളയ. പ്രണയം എന്ന് കേൾക്കുമ്പോൾ കാമുകനെയും കാമുകിയുമാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. കാമുകിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ അടി എന്ന് പറയുമ്പോൾ അല്ല സർ, കാമുകി വിഷയത്തിലില്ലേ? ആവർത്തിച്ചു അല്ല, വിഷയത്തിലില്ലേ കാമുകി? കാമുകിയുടെ കരണത്തടിയാ. ഓക്കെ, താങ്കൾക്ക് തുടരാം. കരളിലെ ചോരയുടെ നിറം മാറുന്ന രാസവിദ്യയുടെ പേരാണ് പ്രേമം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഒറ്റയായി നടക്കുന്നു. സർ, ഓക്കെ, താങ്കൾക്ക് തുടരാം. കറക്റ്റ്. യാ. പ്രേമത്തെ കുറിച്ചും കരണത്തടിയെ കുറിച്ചും പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കലാലയമാണ്. പ്രേമത്തെ കുറിച്ച് മറ്റേ കർണത്തടിയെ കുറിച്ച് രണ്ട് പ്രാവശ്യം കുറിക്കണ്ട. ഓക്കെ കീർത്തന. ഓക്കെ അനുശ്രുതി. യാഥാസ്ഥിതികമായ നയതന്ത്രങ്ങളെയും ഇവിടെ നയതന്ത്രങ്ങൾ എന്നാ പറഞ്ഞു. നയതന്ത്രം കുഴപ്പമുണ്ടോ? നയതന്ത്രം എന്നാ പറഞ്ഞു. കീർത്തന തുടരൂ. പ്രണയത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എന്റെ കലാലയമാണ് ഓർമ്മ വരുന്നത്. ഏറ്റവും കൂടുതൽ പ്രേമവും പൊട്ടിവിടരുന്ന എന്റെ കലാലയത്തിൽ കാമുകി നൽകുന്ന കർണത്തടിയാണ് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതിയായിട്ട് നാം കാണുന്നത്. കലാലയങ്ങളിൽ എന്നും ഈ പറയുന്ന ചെറുപ്പക്കാരുടെ മുഖത്തേക്കുന്ന അടികളുടെ ആ പ്രഹരത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞിട്ടുള്ളവർ എന്റെ മുന്നിലിരിക്കുന്ന ഈ സദസ്സിലുള്ള പലർക്കും ആ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ഇതൊരു അംഗീകാരമായിട്ട് നാം കരുതണം. കാരണം പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുതി മുന്നേറുമ്പോൾ ഇതുപോലുള്ള ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് അടി കിട്ടണമെന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, താങ്കൾക്ക് തുടരാം. എവിടെ ഞെക്കിയത്? ഇവിടെ ഞെക്കിയത്. ഞെക്കിയെടുത്ത്. ഓക്കെ, ഞാൻ ഒറ്റയായി നടക്കുന്നു എന്നെഴുതി തന്ന ഉദ്ധരണി. താങ്കൾക്ക് തുടരാം. ഒറ്റയായി നടക്കാനല്ല എനിക്കിഷ്ടം. കാരണം ഞാനേറെ സ്നേഹിക്കുന്ന അനുശ്രുതി സ്പീഡ് കുറയ്ക്കരുത് കേട്ടോ. അനുശ്രുതി നിങ്ങളൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചോ. അനുശ്രുതി കാലഹരണപ്പെട്ടുപോയ സ്മരണകൾക്കൊന്നും കൊന്നു തിന്നാൻ സാധിക്കാത്ത ഒരു ബബ്ബ അടിക്കരുത് അനുശ്രുതി. താങ്കൾക്ക് തുടരാം. എന്റെ മനസ്സിന്റെ ശ്രീകോവിലിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സമ്പത്തിന്റെയും സൗന്ദര്യത്തിന്റെയും സുഖലോലുപതയുടെയും വിഗ്രഹങ്ങളെ തച്ചുടയ്ക്കുന്നതായിരുന്നു അവളുടെ അടി. അത് എന്നെ ഏറെ കാര്യങ്ങൾ പഠിപ്പിച്ചു. എന്താകണം ഒരു കാമുകൻ എന്ന ചിന്ത എന്റെ മനസ്സിലേക്ക് തുടരാം. ക്രിസ്റ്റി മാത്യു. 4 കൊല്ലം മുന്നത്തെ ചരിത്രം ആലോചിക്കുമ്പോൾ 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന ഞാൻ അന്ന് വിദ്യാർത്ഥി എന്ന് പറഞ്ഞോ? വിദ്യാർത്ഥിയാണ് ഞാൻ ആണിനെ പെണ്ണാക്കരുത് അല്ലേ? ഓക്കെ, ഒന്നുമില്ലെങ്കിൽ ഒരു സെമിനാരിൽ പോയി അച്ചംപട്ടത്തിന് പഠിച്ച ആളാ. താങ്കൾക്ക് തുടരാം. അതാ ഓക്കെ, താങ്കൾക്ക് തുടരാം. വിദ്യാർത്ഥിയായിരുന്ന എന്റെ ഓർമ്മയിൽ തിളങ്ങി നിൽക്കുന്ന ഓരോ അടിയും അവൾ ഏൽപ്പിച്ച പ്രഹരം ഇന്നും തിളങ്ങി നിൽക്കുന്നു. തിളങ്ങി എവിടെ തിളങ്ങിയത്? കുത്തിയേച്ച് മിണ്ടാ നിൽക്കുക. എന്ത് പറ്റി നോവൽ? തിളങ്ങി നിൽക്കുന്നു. രണ്ടുകൂടെ പറഞ്ഞു. നോവലിന് തുടരാം. ഈ വിഷയം ഹിംസയുടേതായ ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. പക്ഷേ സ്വന്തം കാമുകിക്ക് ഒരു കക്കൂസ് ആദ്യ സമ്മാനമായി നിർമ്മിച്ചു നൽകിയ നിസാർ അഹമ്മദ് എന്ന കാമുകൻ എന്റെ ഉപ്പാക്കൻ ആരെ ഉണ്ടായിരുന്നു എന്ന നോവൽ. താങ്കൾക്ക് തുടരാം.
എന്തിനേയും ഏതിനേയും കച്ചവട കണ്ണുകളോടുകൂടെ നോക്കിക്കണ്ട് എങ്ങനെയും പണം സമ്പാദിക്കണമെന്ന ഒരൊറ്റ ദുരുദ്ദേശത്തോടുകൂടി നാം മുന്നോട്ട് പോകുമ്പോൾ പ്രണയവും അതിലുപരി അത് നൽകുന്ന വികാരങ്ങളും നമ്മുടെ മനസ്സിൽ കേവലം എന്തോ ചിന്താഗതികളായി അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഞാൻ ഒരു ഋതുഭേദങ്ങളുടെ നൈരന്തര്യങ്ങളിൽ വിണ്ടുകീറിയ പാദങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ കൈപിടിച്ച് നടന്നവൾ ഒരു ദിവസം കരണത്തടിച്ചാലുണ്ടാകുന്ന മനസ്സിന്റെ വേദന അത് തിരിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ്. ജീവിതയാത്രകളിലുടനീളം നിരവധി കാമുകിമാരെ കണ്ടിട്ടുള്ള ജീവിതയാത്ര നിരവധി കാമുകിമാരെ കണ്ട കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. കാലഹരണപ്പെട്ടുപോയ പല സ്മരണകൾക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത ചില വേദനകളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വികാരമാണ് പ്രണയം. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ പ്രശ്നം പറ്റി. കാലഹരണപ്പെട്ടുപോയ പല സ്മരണകൾക്ക് തിരിച്ചറിയാൻ ആകാത്ത പോയ സ്മരണകൾക്ക് പിഴവുണ്ട് വ്യാകരണ താങ്കൾ തുടരാം. ഭ്രാന്ത് പിടിച്ചു നടന്ന ഒരു കൗമാരകാലത്തിലാണ് ഒരു കവിതയുടെ പ്രാർത്ഥന. പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ എന്നിലും നിങ്ങളിലും ഓർമ്മിപ്പിക്കുന്ന പ്രണയം എന്ന വികാരത്തിന്റെ അടിസ്ഥാനം. ഭ്രാന്ത് പിടിച്ച കൗമാരകാലത്തിലാണ് ദാർശനികമായ ഗരിമയോടെ അവൾ എന്നിലേക്ക് വരുന്നത്. പ്രാർത്ഥനയുടെ സംഗീതാർദ്രത ആ ചുണ്ടുകളിൽ ഞാൻ ആള് ചത്തുപോവും. എത്രാമത്തെ കാർഡ്? 3. അപ്പൊ മൂന്നാമത്തെ കാർഡ്. 8ാം തരത്തിൽ പഠിക്കുന്ന കഷ്ടകാലത്തിന്റെ ഒരു രാത്രി ഞാൻ സ്വപ്നം കണ്ടത് ആ പെൺകുട്ടിയെയായിരുന്നു. പിറ്റേന്ന് പകലിൽ വിദ്യാലയത്തിലെ മൂത്രപ്പരക്കരികിൽ രാത്രിയിൽ പകലിൽ എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അറിയാതെ ഞങ്ങിയതാവ് മൂത്രപ്പുരക്കരികിൽ തലയിൽ ഒരു ബോ വെച്ചുകൊണ്ട് അവൾ നിൽക്കുന്നു. ബോയ്ക്ക് മലയാളം പറ. ബോയ്ക്ക് റായും ബോയ് രണ്ടു വാക്കല്ലേ. ഞാൻ അങ്ങനെ അത് കുട്ടികൾ കളിയായിട്ട് പറയുന്നില്ല. അതിനൊരു മലയാളമാണോ അത്? ആണോ? അങ്ങനെ ഒരു പുതിയ അറിവൂടി കിട്ടി. ബോയ്ക്ക് റാ എന്ന് പറയും. താക്കൾക്ക് തുടരാം. പ്രണയം ഒഴുകുന്ന വഴിയിലൂടെ അവനെ കൈപിടിച്ച് നടന്നപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. ഒരൊറ്റയടി ഞാൻ ഞെട്ടിപ്പോയി. പെട്ടെന്ന് ഒരു നിമിഷത്തിൽ അടിച്ച മൊട്ടിലാകില്ലായിരുന്നു. പെട്ടെന്ന് ഞെട്ടിപ്പോയപ്പോ വന്നതായിരിക്കും. എനിക്ക് നേരത്തെ ഇങ്ങനെ തടസ്സം വിളിച്ചാൽ അതുകൊണ്ടാണ് വൈരാഗ്യം ചെയ്തത്. ആലുവ UC കോളേജിന്റെ കളി വേണ്ട, ഇത് ലോ കോളേജ് അല്ല. താങ്കൾക്ക് തുടരാം. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു, എന്തിനാണ് എന്നെ അടിച്ചത്? തിരിച്ചറിയാതെ പോകുന്ന സത്യങ്ങൾക്ക് പിന്നിൽ നാം ചലിക്കുമ്പോൾ സമകാലികമായി നിലകൊള്ളുന്ന പല കാര്യങ്ങളും ഇങ്ങനെയുള്ള വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നാണ്. എങ്കിലും എനിക്ക് പറയാൻ സാധിക്കുന്നത് എന്തെന്നാൽ പ്രണയം എന്ന വികാരത്തിൽ നിന്ന് കിളി പോയതുപോലെ ഒരു തെരുവ് പെണ്ണിനെയും കൊണ്ട് രാത്രി വീട്ടിലേക്ക് കടന്നു വന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ വേണമെങ്കിൽ വിജയലക്ഷ്മിക്ക് ഒരു തല്ല് കൊടുത്ത് മറുപടി പറയാം. പരസ്പരം കൈകോർത്ത് മുന്നേറിയവരാണ് ഞങ്ങൾ. ഒരു ദിവസം അവൾ കടന്നു വരികയും എന്റെ മുഖത്ത് നോക്കി കരണത്തൊരു അടിയടിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ അതിന് ഒരു ദിവസം ഒരടി അടിക്കുകയും ചെയ്തു. ഒരു ദിവസം എന്ന് പറയുകയും ചെയ്തു. രണ്ടുപേരും വന്നു അടിച്ചത് രണ്ടു ദിവസം. താങ്കൾക്ക് തുടരാം. ദേവര തിരുഹൃദയ കലാലയത്തിലെ കായലോരത്തുകൂടിയുള്ള ഓരോ സന്ധ്യകളിലും പുത്തനുണർവുകളെ പറ്റി ഞങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്നാൽ കാമുകിയുടെ കരണത്തേക്കുന്ന അടിഭയന്ന് എനിക്ക് ഇപ്പോഴുള്ള പ്രണയം ഒരു പ്രസ്ഥാനത്തെയാണ്. അല്ല, പുള്ളിയുടെ പ്രണയത്തിന്റെ ഡീറ്റെയിൽസ് പറയാൻ പോവായിരുന്നു. കൊണ്ട് കളഞ്ഞു. പറയൂ. അപ്പൊ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ കരണത്തടിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ നടന്നു പോയിരുന്നു. ഞങ്ങൾ ആലുവക്കാരെങ്ങനെ സംസാരിക്കുന്നത്? അല്ല, അപ്പോ ഞങ്ങൾ അപ്പനും മോനൂടെ പോവും. അത് വേറെ പറയും. ഇത് അപ്പോ പറയും. എന്തിനാണെന്ന് അടിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഒരു പൊട്ടിത്തെറിയായിരുന്നു മറുപടി. എനിക്കിപ്പോഴും കാര്യം മനസ്സിലായിട്ടില്ല. പിരിഞ്ഞ ശേഷം ഇത്രയും കാലങ്ങൾക്ക് ശേഷം അവരോട് എന്താ പ്രശ്നം? എന്താ ഇത്? കാലങ്ങൾക്ക് ശേഷം 8ാം തരത്തിലെ ശുഭിതകാലങ്ങളിൽ ഒന്നിൽ മൂത്രപ്പരക്കരികിൽ റാ വെച്ച തലയുമായി
സോറി കൈ ഞെങ്ങി പോയതാ. അതിനകത്ത് ഒത്തിരി കുഴപ്പമില്ല. താങ്കൾ തുടരൂ. റാവച്ച തലയുമായി മൂത്രത്തിന്റെ ദുർഗന്ധവുമായി അവൾ എനിക്ക് അരികിലേക്ക് എത്തി. മൂത്രത്തിന്റെ ദുർഗം. ഇത് രണ്ടും വാക്കല്ലേ? മൂത്രപ്പുരയ്ക്ക് വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ടോയ്ലറ്റിന്റെ മലയാളം മൂത്രപ്പുര രണ്ടല്ല രണ്ടല്ലേ? രണ്ടും ഒന്നല്ലേ? രണ്ടല്ലേ? മൂത്രപ്പുരയും മൂത്രവും. മൂത്രപ്പുരന്ന് ഇറങ്ങണം. കുറെ നേരമായി അല്ല ദേവി ഏത് നൗവൽ മൂത്രപ്പുരയ്ക്ക് കടക്ക് പുറത്ത്. ഓക്കെ, താങ്കൾക്ക് തുടരാം. തേവര തിരുഹൃദയ കലാലയത്തിലെ കായലോരത്തുള്ള യാത്രകളിലേക്ക് നിങ്ങളെ ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഓരോ സന്ധികളിലും ഞാൻ സ്വപ്നം കണ്ടത് ഞാൻ സമയം അവസാനിക്കുകയാണ്. താങ്കൾക്ക് തുടരാം. വേദനിക്കുന്ന ഹൃദയവുമായിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. കാരണം കാമുകിയുടെ ഓക്കെ, ഈ സമയം അവസാനിച്ചു. ഇനി സംസാരിച്ചു തുടങ്ങേണ്ടത് അമൽ ജോൺ. എന്റെ ഭാര്യ ഒരു സംഭവം. എന്റെ സങ്കല്പത്തിലുള്ള ഭാര്യ അവൾ ഒരു സംഭവമാണ്. എല്ലാ തരത്തിലേക്കുമുള്ള ചിന്തകളും അതിൻ്റെതായ ഉയർച്ചകളും സങ്കല്പത്തിലുള്ള എല്ലാ തലത്തിലുമുള്ള ഭാര്യ. ഓക്കെ, അനുശ്രുതി. എനിക്ക് വരുന്ന വരൻ ഒരു സംഭവമായിരിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. കലാകായിക രംഗങ്ങളിൽ വൈവിധ്യമായ പല സാഹചര്യങ്ങളിലും ആ കഴിവ് തെളിയിക്കാൻ കഴിവുള്ള എന്താണ് കഴിവിന് മുമ്പ് ഒരു ചെറിയ വയറിളക്കം സംഭവിച്ചു. ഇത് എവിടെ ഇരിക്കുന്നു എന്തോ 7 രംഗത്ത് കഴിവ് തെളിയിക്കണം. അവന്റെ അടപ്പ് തെറിച്ചു പോകും. താങ്കൾക്ക് തുടരാം. ഒരു മതിലിനപ്പുറത്ത് നിന്ന് നാരായണിയെ പ്രണയിച്ച മുഹമ്മദ് ബഷീറിനെയാണ് ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കുന്നത്. എല്ലാ അർത്ഥത്തിലും പ്രണയം സുന്ദരമാവുകയും ജീവിതത്തിന്റെ പ്രണയം പറഞ്ഞു. പ്രണയം എന്റെ വരാൻ അവൻ എവിടെ നിന്ന് വേണം? നീലസാഗരത്തിലെ വെൺതിരകൾ വാരിപ്പുൽകുന്ന തീരപ്രദേശവും പച്ച പട്ട് വിരിച്ചു നിൽക്കുന്ന സമതലങ്ങളും മൂടൽ മഞ്ഞിന്റെ പഞ്ഞിക്കെട്ടിനുള്ളിൽ തലയൊളിപ്പിച്ചു നിൽക്കുന്ന നീണ്ടമല നിരകളും ഇടനാടും തീരപ്രദേശവും ഉൾക്കൊള്ളുന്ന ഭാരത മഹാസാമ്രാജ്യത്തിന്റെ തെക്കേ അറ്റത്ത് അറബിക്കടലിനോട് കിന്നാരം പറഞ്ഞു കിടക്കുന്ന കൊച്ചു കേരളത്തിൽ നിന്നല്ല എനിക്ക് അവന് വേണ്ടത്. അങ്ങ് ദൂരെ മലേഷ്യയിൽ, ഞാൻ പറഞ്ഞു അങ്ങ് ദൂരെ മലേഷ്യയിൽ, വിദേശ രാജ്യത്തിന്റെ കേരളത്തിൽ നിന്നും അല്ല എനിക്ക് അവന് വേണ്ടത്. അങ്ങ് ദൂരെ മലേഷ്യയിൽ അല്ല. വിഷയം പറഞ്ഞു. കേരളം ആവർത്തിച്ചു. കൈയടിച്ചു കൊടുക്കൂ. ഒരു 19 സെക്കൻഡ്, ഒരൊറ്റ പോക്ക്. സ്വകാര്യവൽക്കരണോ വ്യവസായവൽക്കരണോ മനുഷ്യന്റെ മനോഭാവങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് എന്റെ ഭർത്താവ് ഒരു സംഭവമായിരിക്കണം എന്ന വിഷയത്തെ കുറിച്ച് ഞാൻ ഇവിടെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാനും നിങ്ങളും അടങ്ങുന്ന ആപാലവൃത്തം ജനങ്ങൾ. അമൽ, പ്രിയ സുഹൃത്തെ കീർത്തനെ, എന്റെ കയ്യിലുമുണ്ട് ഒരു വെടിക്കുള്ള എന്റെ പത്നി ഒരു സംഭവമാണെന്ന ധാർഷ്ട്യവും എനിക്കില്ല. എല്ലാ അർത്ഥത്തിലും നിരുപാധികം സ്നേഹിക്കാൻ സാധിക്കുന്ന നീരാമയെ പോലെ സുന്ദരിയായ ഒരുവളായാലും മതി. എല്ലാ പ്രണയ പതാകകളിലും. വിടരാൻ കൊതിക്കുന്ന പുതിയ പ്രഭാതങ്ങൾക്ക് കാവലാകുവാൻ, പൊട്ടിച്ചെറിയേണ്ട ചങ്ങലക്കൂട്ടങ്ങൾ ഇറക്കുന്ന വെള്ളിടി വാളായി തീരുവാൻ, മഴ കാത്ത് തണൽ കാത്ത് കഴിയുന്ന തെറ്റിയോടുന്ന ഓർമ്മയുടെ സെക്കൻഡ് സൂചിയുമായി സഞ്ചരിക്കുന്നവനാണ് ഞാൻ. സെക്കൻഡിന്റെ മലയാളം പറയൂ. നിമിഷം സെക്കൻഡ് ആണോ? മിനിറ്റല്ലേ? അപ്പൊ താങ്കൾക്ക് തുടരാം. സ്വാർത്ഥതയുടെ കടക്കൽ വെക്കുന്ന കോടാലിയാണ് വിവാഹം. ജീവിതത്തിൽ വിവാഹത്തിലൂടെ കടന്നു വരുന്ന അപ്പൊ അങ്ങ് മലേഷ്യയിൽ നിന്ന് എന്നെ വരണിങ് എത്തുമ്പോൾ അവനൊരു സംഭവമാകണം എന്നൊരു ചിന്തയൊന്നും എനിക്കില്ല. എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന, എന്നെ പൊന്നുപോലെ നോക്കാൻ കഴിയുന്ന ഒരു സാധാരണക്കാരനായി എട്ടുതിക്കും പൊട്ടുമാറുച്ചത്തിൽ അവൻ അലവി കടക്ക് പുറത്ത്. അവിടെ അങ്ങനെ ഞെക്കിയോ? താങ്കൾക്ക് തുടരാം. ഓർമ്മയുടെ ഓരോ മാത്രകളിലും ദുസ്വപ്നം പോലെ സഞ്ചരിച്ച അയ്യപ്പന്റെ പത്നി ആരുമായിരുന്നില്ല. പക്ഷേ അവൾ ജെന്നി എന്നൊരു പ്രണയ നക്ഷത്രത്തെ പ്രണയിക്കുകയും താങ്കൾക്ക് തുടരാം. എന്റെ വരൻ വരുമ്പോൾ ഞാൻ അവനോട് ചോദിച്ചത് എന്നെ ഇഷ്ടമാണോ എന്നായിരുന്നു. എന്റെ വരൻ എന്നെ ഇഷ്ടമാണോ? രണ്ടല്ലേ? ഓരോ വീക്ഷണകോണിലും തെറ്റും ശരിയും തിരിച്ചറിയുന്ന ജനതയുള്ള ഇന്നത്തെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു വിഷയത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? എന്റെ വരൻ എന്ന് പറയുമ്പോൾ ഭാവിയിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. അങ്ങനെയുള്ള വ്യക്തിക്ക് സ്വപ്നം ആവർത്തിച്ചില്ല. സ്വപ്നം കണ്ടോട്ടപ്പാ. താങ്കൾ അതിനകത്ത് ഇന്ന് കയറരുത്. താങ്കൾ തുടരാം. ഭാവനയുടെ വിവിധ തരത്തിലുള്ള മലത്തട്ടുകൾ. എന്റെ ഭാര്യ അവൾ ഭാവിയെ കുറിച്ച് കടന്നു ചിന്തിക്കുന്നവളായിരിക്കണം. എന്റെ മക്കളെ, എന്റെ സങ്കല്പത്തിലെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഭാവിയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്ന എന്റെ മക്കളെ സ്നേഹം പങ്കുവയ്ക്കാനുള്ളതാണ് എന്ന തിരിച്ചറിവ് ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ കരങ്ങൾ കോർത്ത് മനസ്സുകൾ ഒന്നായി മുന്നേറുവാൻ തയ്യാറുള്ള ഒരു ഭാര്യ ഉള്ളത് ഏറെ ഭാഗ്യം ലഭിച്ച ഒരു കാര്യമാണ്. എന്താണ് താങ്കൾ എന്താണ് കുഴപ്പം?
അപ്പൊ നൗഫൽ സ്പീഡിൽ പറയണം. തുടര്. ആ. എത്രമേൽ സുന്ദരിയാണ് അവൾ എന്നത് എന്റെ ഓർമ്മകളിലേക്ക് വരുന്ന ഒരു കാര്യമല്ല. ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും സങ്കടത്തിലും ഓർമ്മയിലും ജീവിതത്തിന്റെ സാർ ദുഃഖത്തിലും സങ്കടത്തിലൊക്കെ ഒരർത്ഥമല്ലേ? ആ. ഒരേ അർത്ഥമല്ലേ? പക്ഷെ ബാക്കി ഡിഫറന്റ് അല്ലേ? ബാക്കി ഡിഫറന്റ് ഓർമ്മയിൽ 2 തവണ ഓർമ്മ 2 പ്രാവശ്യം പറഞ്ഞു. താങ്കൾ തുടരാങ്കി. എന്റെ ഭാര്യ അവൾ ഒരു സംഭവമാണ്. എന്റെ ഭാര്യ അവളൊരു തുടങ്ങിക്കോട്ടെ, അവസാനം മിന്നിച്ചോളാം. അല്ലെ പുള്ളി ആലോചിച്ചോണ്ട് വരുവാ, പിന്നെ ബാക്കി എന്ത് പറയണമെന്ന്. താങ്കൾ തുടരാം. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലും ഭൗതിക സമ്പത്തിന്റെ വിനിയോഗത്തിലും നാം കൈവരിച്ച അഭൂതപൂർവമായ നേട്ടങ്ങളിൽ ഞാൻ അവളെ കണ്ടു. അവളുടെ പേര് വെളിപ്പെടുത്താൻ അവളുടെ പേര് പറയുന്നില്ല. താങ്കൾക്ക് തുടരാം. എന്റെ ഭാര്യയ്ക്ക് മുന്നിൽ ഒരു നിബന്ധന മാത്രമേ വെക്കാനുള്ളൂ. അവൾ ആധാർ എടുക്കരുത്. അല്ലായിടത്തോളം കാലം അവൾ ഒരു മഹാസംഭവമാണെന്ന പക്ഷം തന്നെയാണ് ഭർത്താവിനെ സ്വപ്നം കണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മാനസിക അവസ്ഥയല്ല എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളത്. സ്വാർത്ഥമായ മനോഭാവങ്ങൾക്ക് പിന്നിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ വക്താക്കളാകുന്ന ജനങ്ങൾ പിന്നിൽ നിന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞിട്ടില്ല. താങ്കൾക്ക് തുടരാം. സ്വാർത്ഥമായ മനോഭാവങ്ങൾക്ക് പിന്നിൽ എന്നിലേക്കും എന്നിൽ നിന്ന് മാത്രമെന്ന് തുടരാം. എന്റെ സങ്കല്പത്തിലെ വരനെ കുറിച്ച് പറയുമ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ എനിക്ക് ചായ ഇട്ട് തരുന്നവനാവണം എന്റെ വരൻ. വരനല്ലല്ലോ വിഷയം. വരനാണ് തുടരാം. എന്നെ രാവിലെ എഴുന്നേൽപ്പിച്ച ചായ ഇട്ട് തന്ന ഉറക്കി കിടന്ന ഒരു നല്ല സുന്ദരനായ വരനാണ് എനിക്ക് വേണ്ടത്. വരൻ 3 ഓക്കെ. ഇതിപ്പോ കേട്ടല്ലോ, ചായ ഇട്ട് എന്ന് കിടക്കെന്ന് വിളിക്കുന്ന ഭർത്താവിനെ ആവശ്യം. ഓക്കെ. എന്റെ ഭാര്യക്ക് മുട്ടോളം മുടി വേണ്ട, മഹാസൗന്ദര്യം വേണ്ട, പക്ഷേ വേണ്ട സൗന്ദര്യം വേണ്ട, മുട്ടോളം മുടി വേണ്ട. അങ്ങനെ ഒന്നും വേണമെന്നോ വേണ്ടെന്നോ ചിന്തിക്കാൻ സാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലല്ല നാം ഓരോരുത്തരും. തുടരാം. മനോഹരമായ ഹൃദയമുള്ളവർ എന്റെ ഭാര്യ, അതൊരു വലിയ സംഭവമാണെന്ന് ഈ സമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആശ്രയത്വത്തിന്റെയും പ്രതീകമായിട്ട് മാറുമ്പോൾ അവിടെ നാം തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട്. ഭാര്യ, പത്നി എന്നുള്ളത് എന്റെ സങ്കല്പത്തിലെ ഭാര്യ വിഷയം എന്ത് ചെയ്യാൻ പറ്റും? ചരിത്രത്തിൽ ഓർമ്മ വളരെ കുറവാണെന്നും ഒരു മുളിച്ചെടി പറിച്ചെടുത്ത് അവിടെ പൂ ഉണ്ടാവുന്ന സസ്യം വെച്ചുപിടിപ്പിക്കുന്നവരെ മാത്രമേ കാലം ഓർക്കുകയുള്ളൂ എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ഭാര്യയുടെ ചരിത്രത്തിന് ഓർമ്മ വളരെ കുറവാണെങ്കിലും ഓർക്കുകയുള്ളൂ. ഓർമ്മയും ഓർക്കുകയുള്ളൂ 2 വാക്കാം. ഇന്നത്തെ സ്ത്രീകൾ ഏറെ ചൂഷണം നേരിടുന്ന ഈ സാഹചര്യത്തിൽ ഭർത്താവ് ഒരു മഹാസംഭവമാകണമെന്ന വിഷയത്തെക്കുറിച്ച് നാം വളരെ ഗഹനമായി ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. തലമുണ്ടനം ചെയ്ത ഭ്രഷ്ടയായി മാനഭംഗത്തിന്റെ വലിയ ഒരു സംഭവമാകണം എന്റെ ഭാര്യ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് കഴിയുവാൻ, കുടുംബാംഗങ്ങളെ പൊന്നുപോലെ നോക്കുവാൻ കെൽപ്പുള്ള, കരുത്തുള്ള ഒരു സ്നേഹത്തിന്റെ മനസ്സിന്റെ ഉടമയായിട്ട് മാറിയിരിക്കണം നമ്മുടെ ഓരോ വീട്ടിലെ പത്നിമാരും. സോറി, അല്ല അത് അർത്ഥം മാറിപ്പോയി. നമ്മുടെ വീട്ടിലെ ഓരോ പത്നിമാരും അർത്ഥം മാറിപ്പോയി. വലിയ അപകടം പിടിച്ച കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, വെളിയിൽ പറയണ്ട ഇനിയിപ്പോ. ഓക്കെ, തുടരാം. സൗന്ദര്യവതിയും സുശീലയും ആകണം എന്നൊരു നിർബന്ധവുമില്ല. പക്ഷേ ജനാധിപത്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും മഹാഗുരുക്കന്മാരെ ഉള്ളിൽ സൂക്ഷിക്കുകയും അത്തരമൊരു കാലത്തിലേക്ക് എന്റെ കുടുംബത്തെ കൈപിടിച്ച് കൊണ്ടുപോകാനുള്ള ആർജവം കാണിക്കുകയും ചെയ്യുന്നവളാകണം എന്റെ പത്നി എന്ന ഉറച്ച വിശ്വാസം ഉണ്ട്. കാരണം എല്ലാ കാലത്തും ഭാര്യമാരാണ്. നേരത്തെ പറഞ്ഞായിരുന്നു. കാരണം ആദ്യം പറഞ്ഞില്ല. കാരണം ഇത് കാലമാണ്. ഇത് കാലം. എല്ലാ കാലത്തും പത്നിമാരാണ് കുടുംബത്തെ വെളിച്ചത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. മാധവിക്കുട്ടി ഉത്തമ ഉദാഹരണം. നയിച്ചിട്ടുള്ളത്. ഭാരത സംസ്കാരം നാനത്വത്തിൽ ഏകത്വവും ജാതിമത വേഷഭാഷ വൈവിധ്യങ്ങളുടെ ഈറ്റില്ലവുമാകുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്കുള്ള വരനെ എവിടെ നിന്ന് തിരഞ്ഞെടുക്കണം എന്ന ചോദ്യമാണ് ഇപ്പോൾ എന്റെ മുൻപിൽ നിൽക്കുന്നത്. ഭാവിയിൽ എന്ത് തന്നെ സംഭവിച്ചാലും സ്വാർത്ഥതയില്ലാത്ത ഒരു മനുഷ്യത്വത്തിന്റെ ഉടമയായ വ്യക്തിയെ തന്നെ എന്റെ ജീവിതത്തിലേക്ക് വേണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുകയാണ്. ഒരു മനുഷ്യത്വത്തിന്റെ തുടരാം. ഒരു
ഓക്കെ. ഒഴുകുന്ന പുഴ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതാണ് മകളെ ശാന്തതയുടെ പ്രതീകമെന്ന് കൈപിടിച്ച് മനസ്സുകൾ ഒന്നായിട്ട് ചേർത്ത് പിടിച്ച് പറയുവാനായിട്ട് നീ കൈയെടുത്ത് തീരാൻ പോവാണ്. റെഡി. അയഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന സാഹചര്യം വാക്കുകൾ കൊണ്ട് അംഗം വെട്ടാൻ തുനിഞ്ഞു നിൽക്കുന്ന 6 കൂട്ടുകാരുടെ ഇടയിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുവാൻ കീർത്തന ചുരം ഇറങ്ങാൻ പോവാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഓക്കെ. തലമുണ്ടനം ചെയ്ത് ഭ്രഷ്ടയായി മാനഭംഗത്തിന്റെ മാറാപ്പ് കെട്ടുമേന്തി സന്താനങ്ങളുടെ വഞ്ചനയാൽ വീർപ്പ് മുട്ടി ശ്വാസം മുട്ടി കഴിയുന്ന ആധുനിക സ്ത്രീത്വത്തിന്റെ മുന്നിലേക്ക് പൊട്ടിയോ? തുടരാം. ഒരു വിധവയെ വിവാഹം കഴിച്ച് സാമൂഹികമായ വലിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിച്ച MRBയെ ഈ തരുണത്തിൽ ഞാൻ സ്മരിച്ചു പോവുകയാണ്. കാലത്തിനൊപ്പം സഞ്ചരിക്കുകയും ചിന്തയുടെ മഹാമണ്ഡല നിലക്കിലെ ഭാര്യയെ രാജഗിരി കലാലയത്തിന്റെ വരാന്തയിലൂടെ കടന്നു വരുമ്പോൾ സങ്കല്പത്തിലെ ഭാര്യയെ കുറിച്ച് പറയുന്നതിനേക്കാൾ അപ്പുറം എന്റെ ഭാര്യ ഒരു മഹാസംഭവമാണെന്ന് വെളിപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭാര്യ എന്ന വാക്ക് വിഷയത്തിലുള്ളതാണ്. തുടരാം. തെറ്റായ തടസ്സം വിളിച്ച കുട്ടിക്ക് എന്താണ് വിവാഹം കഴിക്കുന്ന പെണ്ണ് തല്ലരുത് എന്ന് വിശ്വസിക്കുന്ന പുരുഷൻ എല്ലാ അർത്ഥത്തിലും ആണധികാര കോയ്മയുടെ പ്രതീകമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാലത്തിനപ്പുറം സഞ്ചരിക്കുകയും ജീവിതത്തിന്റെ യഥാർത്ഥമായ പച്ചിലകളെ മനസ്സിലാക്കുകയും അതിന്റെ ഓരത്തിനൊപ്പം സ്വന്തം കുടുംബത്തെയും കുട്ടികളെയും സഞ്ചരിപ്പിക്കുകയും ചെയ്യുന്ന അവസാനിക്കും. വൈവിധ്യമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഞാനും എന്റെ വരനും എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു പറ്റം ജനതയ്ക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ് ഞാനും. സമയം അവസാനിച്ചു.